കെ നവാസ്, നിലവിൽ ഈ വോട്ടിൻ്റെ ഷിഫ്റ്റും വോട്ടിൻ്റെ പാറ്റേണും ഒക്കെ നോക്കിയാൽ പല കാര്യങ്ങൾ അതിലുണ്ടാവാം. CPM-ൻ്റെ വിഭാഗീയത ഒരിടത്തൊരു പ്രധാനപ്പെട്ട വിഷയമായി തീർന്നിട്ടുണ്ട്. അതാണ് പത്തിയൂരിൽ നമ്മൾ കണ്ടത്. പത്തിയൂരിൽ കാലാകാലങ്ങളായി LDF-നോടൊപ്പം നിന്ന സീറ്റ് UDF-ലേക്ക് പോകുന്നു. അവിടെയുള്ള ബിബിൻ BJP-യിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നു. പലതരത്തിലുള്ള മാറ്റങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ ഉണ്ടാവാം. പക്ഷേ പ്രധാനമായും ഭരണവിരുദ്ധ വികാരം എന്നൊരു സിംഗിൾ പോയിന്റ് ആകണമെന്നുണ്ടെങ്കിൽ അതിൽ കഴിഞ്ഞ 2020 നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് എന്തു മാറ്റമാണ് 2024 നമ്മളിപ്പോൾ നിൽക്കുമ്പോൾ ജനങ്ങൾ മാറി ചിന്തിക്കാൻ ഒരു കാരണമായിട്ട് എടുത്തിട്ടുണ്ടാവുക? എന്തൊക്കെ വിഷയങ്ങളാണെന്നാണ് UDF-ൻ്റെ കണക്കുകൂട്ടൽ? പി കെ നവാസ്. ശ്രീ അരുൺകുമാർ, ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മളൊന്ന് ചർച്ച ചെയ്താൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു സാധാരണക്കാരന് ഈ കേരളത്തിൽ ജീവിക്കാൻ കഴിയാത്ത വിധം അത്രയും അസഹ്യമായ രൂപത്തിലല്ലേ നമ്മൾ മുന്നോട്ട് പോകുന്നത്? നോക്കൂ, ഒരു ദിവസത്തിൻ്റെ പ്രഭാതം ആരംഭിക്കുന്നു. കിടപ്പ് മുറിയിൽ നിന്ന് ആദ്യം എണീക്കുന്ന ഒരു മലയാളി ഓഫാക്കുന്ന ഫാനും ഓണാക്കുന്ന ലൈറ്റും കറണ്ട് ചാർജ് സർവ്വകാല റെക്കോർഡിലെത്തി നിൽക്കുന്ന ഒരു കാലമാണ്. അവിടെ നിന്ന് ഒന്ന് ടോയ്ലറ്റിലേക്ക് പോകുന്നെങ്കിൽ വെള്ളക്കരം സർവ്വകാല റെക്കോർഡിൽ നിൽക്കുന്ന ഒരു കാലമാണ്. പ്രഭാതത്തിൽ ചൂട് ചായ എന്ന് പറയുന്നത് പോലെ എപ്പോഴെങ്കിലും ഒരു പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ നമ്മുടെ കേരളത്തിലുണ്ടായോ? UDF ഭരിക്കുമ്പോൾ എത്രയായിരുന്നു പവർ കട്ടും ലോഡ് ഷെഡിങ്ങും? പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഉണ്ടായോ എന്ന ചോദ്യത്തിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ടത് UDF ഭരിക്കുമ്പോൾ ഉണ്ടായിരുന്ന കറണ്ട് ചാർജാണോ ഒപ്പം ഈടാക്കുന്നത്? 2 ദിവസം മുമ്പേ വർദ്ധിപ്പിച്ച കറണ്ട് ചാർജ് എത്രയാണ്? ഓരോ ഗ്രഹനാഥന്മാരും പ്രയാസപ്പെടുന്ന എത്രയാണ്? അപ്പം ഞാൻ പറഞ്ഞു വന്ന് പൂർത്തീകരിച്ച് നിങ്ങളുടെ ചോദ്യത്തിലേക്ക് വരാം. അങ്ങനെ ഒരു പ്രഭാതത്തിലെ ഓരോ കാര്യങ്ങളിലേക്കും നിങ്ങൾ പോവുക. ഒരു ഗ്ലാസ് ചായ എടുക്കാൻ വേണ്ടി രാവിലെ അടുക്കളയിലേക്ക് ചെന്നാൽ അടുക്കളയിലെ പലവ്യഞ്ജനങ്ങൾ നിൽക്കുന്ന ഡെസ്കിലേക്ക് നമ്മൾ നോക്കിയാൽ അവിടെ നിൽക്കുന്ന വിലവർദ്ധനവിനെക്കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടി കഴിയുമോ? അവിടുന്ന് രാവിലെ ഒരു പത്രം വായിക്കാൻ ചെന്നാൽ പത്രത്തിൻ്റെ വിലവർദ്ധനവ് എത്രയാണ് നടക്കുന്നത്? ഒന്ന് പുറത്തു പോകണമെന്ന് കരുതിയാൽ ഓട്ടോറിക്ഷ പിടിച്ചാൽ, ബസ് പിടിച്ചാൽ, സ്വന്തം വാഹനത്തിൽ പോയാൽ പെട്രോൾ ഡീസൽ വിലവർദ്ധനവിനെക്കുറിച്ച് അതിൻ്റെ സെസ് നമുക്കറിയാലോ. ഈ കേന്ദ്രം വില വർദ്ധിപ്പിക്കപ്പെടുമ്പോൾ പെട്രോളിൻ്റെ ഡീസലിൻ്റെയും വില വർദ്ധിക്കുന്ന സമയത്ത് കേരളത്തിനൊരു പതിവുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി സാർ ഉള്ളപ്പോൾ എന്താ പതിവ്? ഇന്നത്തെ പത്രത്തിൽ വിലവർദ്ധനയുടെ വാർത്തയെങ്കിൽ നാളത്തെ പത്രത്തിൽ കേരളത്തിൻ്റെ ചാർജ് ഒഴിവാക്കിയിരിക്കുന്നു, അതിന് വില കുറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന വാർത്ത വരാറുണ്ട്. ആ കാര്യം പറഞ്ഞുകൊണ്ട് നിയമസഭയിൽ പറഞ്ഞപ്പോൾ ശ്രീ പിണറായി വിജയൻ്റെ മന്ത്രിസഭയിൽ നിന്നുള്ള അംഗം മറുപടി പറഞ്ഞ എന്താണ്? പെൻഷൻ നൽകണ്ടേ, പ്രായമായ ആളുകൾക്ക് പെൻഷൻ നൽകണ്ടേ, ആ വാർദ്ധക്യം ബാധിച്ചവർക്ക് മരുന്നിന് പണം കൊടുക്കുന്നത് ഇങ്ങനെ ശേഖരിക്കുന്ന പണമാണ് എന്ന് വൈകാരികമായി പ്രസംഗിച്ചത് നമ്മൾ കേട്ടതല്ലേ? മദ്യത്തിൻ്റെ സെസ് ഉണ്ടാക്കുന്ന സമയത്തും ഇതേ മറുപടി അവർ പറഞ്ഞു. 5 മാസമായി പെൻഷൻ ഇല്ല. ഞാൻ നിങ്ങളോട് പറയുന്നത്, നൽകുന്ന സേവനങ്ങൾക്ക് മുഴുവൻ പണം പെരുപ്പിച്ച് വാങ്ങിക്കുകയും പണം അധികമായി വാങ്ങിക്കുകയും എന്നാൽ ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങൾ മുഴുവൻ റദ്ദു ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ളൊരു ഭരണകൂടമാണ് ഈ ഭരണകൂടം. ഈ മോഡി ഗവൺമെൻറ് നോട്ട് നിരോധന സമയത്ത് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞൊരു വാചകമുണ്ട്, ഓർഗനൈസ്ഡ് ലൂട്ടിംഗ് എന്നൊരു പ്രയോഗം നടത്തി. എന്ന പോലെ ഇത് ഗവൺമെൻറ് നടത്തുന്ന ഒരു കൊള്ളയായി. ഒരു രാജഭരണകാലത്ത് പ്രജകൾക്ക് മുകളിൽ എങ്ങനെയാണ് രാജാവ് നികുതി അടിച്ചേൽപ്പിക്കുന്നത് എന്ന പോലെ എല്ലാ തലത്തിലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. റോഡ് ടാക്സ്, നമ്മുടെ വാഹനത്തിൻ്റെ നികുതിയുടെ കാര്യത്തിൽ, വീടിൻ്റെ നികുതി കാര്യത്തിൽ, രജിസ്ട്രേഷൻ സ്റ്റാമ്പിന്റെ കാര്യത്തിൽ, ഏത് മേഖലയെടുക്കും വില വർദ്ധിക്കാത്ത, നികുതി വർദ്ധിപ്പിക്കാത്ത ഏത് മേഖലയുണ്ട്? എന്നാൽ വർദ്ധിപ്പിക്കുന്ന പണം ഖജനാവിലേക്ക് പോകുന്നുണ്ടോ? ഖജനാവിലേക്ക് പോകട്ടെ. തിരിച്ച് ജനങ്ങൾക്ക് ലഭിക്കുന്ന സർവീസോ നിങ്ങളെടുത്ത് പരിശോധിക്ക്. പെൻഷൻ കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ മരുന്നുകൾക്ക് ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് കാരുണ്യ ഫണ്ടിൽ മരുന്നുകൾ അവർ കൊടുക്കുന്നില്ല. 5 മാസത്തെ കുടിശ്ശിക ബാക്കിയുണ്ടല്ലോ. ഒരു ദിവസത്തെ കുടിശ്ശിക ബാക്കിയാകാൻ പാടില്ല. മദ്യം വർദ്ധിപ്പിക്കുന്ന മദ്യഷോപ്പുകൾ തുറക്കുന്ന സമയത്ത് ഇവർ പറഞ്ഞ കാര്യം എന്താണ്? പെൻഷൻ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ഈ സെസ് ഈടാക്കുന്നു എന്ന് പറഞ്ഞവരല്ലേ? ഡീസൽ പെട്രോൾ വില വർദ്ധിപ്പിക്കുന്ന സമയത്ത് അതിനെന്താ ഇവർ കേരളത്തിൻ്റെ വിഹിതം കുറയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞ മറുപടി എന്താണ്? പ്രായമായ ആളുകൾക്ക് മരുന്ന് കൊടുക്കാൻ വൈകാരികമായല്ല അന്ന് മന്ത്രി സഭയിൽ പ്രസംഗിച്ചത്. അപ്പോൾ ആ ബാധ്യത ഇവർക്കില്ലേ? ഒരു ദിവസത്തേതാണെങ്കിലും ഒരു ദിവസത്തേത് അതൊരു പരാജയമല്ലേ? അത് പരാജയമാണ് ജനങ്ങൾ എല്ലാ അർത്ഥത്തിലും. നോക്കൂ, നിങ്ങൾ മാവേലി സ്റ്റോറുകളിലേക്ക് ഒന്ന് പോയി നോക്കൂ ശ്രീ അരുൺകുമാർ. നിങ്ങൾ ഇവിടുത്തെ മാവേലി സ്റ്റോറുകളും അതുപോലത്തെ സംവിധാനങ്ങളിലേക്ക് ചെന്നാൽ അവിടെ മുഴുവൻ ഒരു സാധനങ്ങളും ഇല്ലെന്ന് മാത്രമല്ല, മാർക്കറ്റ് വിലക്ക് തത്തുല്യമായ വിലക്ക് സാധനങ്ങൾ വിൽക്കുന്ന ഇടങ്ങളായി അത് മാറുകയാണ്. എങ്ങനെയാണ് കേരളത്തിലൊരു സാധാരണക്കാരന് ജീവിക്കാൻ കഴിയാത്ത വിധം അവൻ്റെ ഒരു പ്രഭാതം മുതൽ അതിൻ്റെ ആ ദിവസത്തിൻ്റെ അവസാനം വരെയുള്ള ഓരോ ഘട്ടങ്ങളിലും അവൻ ദുരിതം അനുഭവിക്കുന്നുണ്ട്. ആ മലയാളിയുടെ പ്രതികരണം, അടിമപ്പെടാത്ത മലയാളിയുടെ പ്രതികരണമാണ് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ കാണുന്നത്. പിന്നെ നിങ്ങൾ പറയുന്നത് ഇത് ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ പറ്റുമെന്നാണ്. ഞാൻ പറയട്ടെ, റിപ്പോർട്ട് ചാനൽ ഉൾപ്പെടെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സാമ്പിൾ സർവേ നടത്താറുണ്ടല്ലോ. നിങ്ങൾ ഈ തിരഞ്ഞെടുപ്പിന് സാമ്പിൾ സർവേ ഏറ്റെടുക്ക്. 14 ജില്ലയുള്ള കേരളത്തിലെ 11 ജില്ലകളിൽ നടന്നൊരു തെരഞ്ഞെടുപ്പ്, ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നടന്ന തെരഞ്ഞെടുപ്പ്
തെരഞ്ഞെടുപ്പ്, 3 മുനിസിപ്പാലിറ്റിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ്, 4 ബ്ലോക്ക് ഡിവിഷനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ്, 23 ഗ്രാമപഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ഒരു പൊതു പരിച്ഛേദകമായി നിങ്ങൾ ഈ തിരഞ്ഞെടുപ്പിനെ എടുക്കുക. അങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾ സാമ്പിൾ സർവേ നടത്തുന്ന പോലെ ഇതൊരു സാമ്പിൾ സർവേ ആയി നമ്മൾ കണക്കാക്കിയാൽ ആധിവൈകാരികമായി ജനങ്ങൾ പിണറായി വിജയൻ സർക്കാരിനെതിരെ, ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ബാലറ്റ് കയ്യിൽ കിട്ടിയാൽ പിണറായിക്കെതിരെ വോട്ട് ചെയ്ത് അധികാരത്തിൽ നിന്ന് ഈ ഗവൺമെന്റിനെ പുറത്താക്കാൻ തയ്യാറായി നിൽക്കുന്നു കേരളത്തിലെ ജനങ്ങൾ എന്നല്ലാതെ മറുപടി ഈ തിരഞ്ഞെടുപ്പ് വിശകലനത്തിൽ സാധ്യമല്ല. താങ്ക് യു പി കെ നവാസ് ചേർന്നതിന്. പി കെ നവാസ് UDFന്റെ പ്രതികരണമാണ്. എന്താണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് സംസാരിച്ചതാണ് കൃത്യമായി വിശദീകരിച്ചത്. Debate with Dr. Arun Kumar.